വളരെ വേദനാജനകവും ദൗർഭാഗ്യവുമായ സംഭവത്തിനാണ് നമ്മുടെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ കഴിഞ്ഞ ബുധനാഴ്ച കാഴ്ചവെച്ചു. ഭവത്മാനവ് എന്ന് പറയുന്ന കുട്ടിയാണ് മാനസികമായും ശാരീരികമായും അധ്യാപകന്മാർ പീഡിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോ വീട്ടില് ഇവിടെ ഓരോരുത്തരുടെയും കരളരിയിക്കുന്നത് വെക്കുമ്പോ രോദനാണ്. ആ സ്ത്രീ കഴിഞ്ഞ 5 ദിവസമായിട്ടും അവരുടെ മനസ്സിൽ ആ നീഷത് മാഞ്ഞു പോയിട്ടില്ല ബന്ധത്തിലാണ്. അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു സംഘം അധ്യാപകർ ക്രിമിനലുകളെ പോലെ പെരുമാറി ആ കുട്ടിയെ വല്ലാതെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ സയൻസിന് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ സയൻസ് സബ്ജക്ട് കൈകാര്യം ചെയ്യാത്ത അധ്യാപകന്മാർ പോലും, ഈവൻ കൊമേഴ്സ് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പോലും ആ കുട്ടിയെ മാനസികമായി വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്, ശാരീരികമായി ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മാതാവ് പറയുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സാധാരണ രീതിയിൽ എല്ലാ ദിവസവും വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വരികയും ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ചൊവ്വാഴ്ച മാതാവിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ച് കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ വളരെ മോശമായിട്ട് പറയുകയും PC വാങ്ങിച്ച് നിർബന്ധിച്ചിട്ടൊന്ന് പോകണം, ഇനിയും സമയമുണ്ടല്ലോ മറ്റേതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കാൻ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ചില ദിവസങ്ങളിലൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചെവി പിടിച്ച് തുറന്ന് കുട്ടി വല്ലാതെ കരഞ്ഞിട്ടാണ് പോകുന്നത്. സത്യത്തിന് അമ്മയുടെ മുമ്പിൽ വെച്ച് മറ്റ് അധ്യാപകന്മാരുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ വല്ലാതെ മാനസികമായി പീഡിപ്പിച്ചതിന്റെ ആ വ്യത താങ്ങാൻ പറ്റാത്തതിന്റെ പ്രയാസത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്ത് എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമുക്കെല്ലാം ബോധ്യപ്പെടുന്നത്. ഇത് അധ്യാപകന്മാരെ സാഹിസ്റ്റുകളായിട്ടുള്ള അധ്യാപകന്മാർ അച്ചടക്കമൊക്കെ അനിവാര്യമാണ്. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും നടത്താറുണ്ട്. പക്ഷെ ഇത് എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന വിധത്തില് ക്രിമിനലുകളെ പോലെ അധ്യാപകന്മാർ പെരുമാറി എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു അമ്മയ്ക്കും ഒരു കുടുംബത്തിനും പറ്റിയുള്ള പ്രയാസം മാത്രമേ പൊതുസമൂഹത്തിന് ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത്തരത്തില് കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടല്ല അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തേണ്ടത്. അതിന് ആവശ്യമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ഒക്കെ പല തലത്തിലുണ്ടല്ലോ. അതിപ്പോ സ്കൂളുകളിൽ തന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കൗൺസിലൊക്കെ നടത്തേണ്ടുന്ന അധ്യാപകന്മാർ തന്നെ ക്രിമിനലുകളായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. അതിന്റെ ഫലമാണ് ഇവിടെ നമ്മളിങ്ങനെ. അതുകൊണ്ട് ഇതിന് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അധ്യാപകന്മാരുടെ പേര് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ആ മാതാവിനെ അറിയാം ആരൊക്കെയാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. അധ്യാപകന്മാരുടെ പേര് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് സമഗ്രമായി അന്വേഷണം നടത്തണം. പോലീസ് ഇതുവരെ അവരുടെ മൊഴി എടുത്തിട്ടില്ല. അവരുടെ ഒരു പ്രയാസം എന്റെ അടുത്ത് അവർ പറഞ്ഞത് എന്റെ ബോധം നശിക്കുന്നതിന് മുമ്പെങ്കിലും പോലീസിനോടൊന്ന് വന്നിട്ട് എന്റെ മൊഴി എടുക്കാൻ പറയണം എന്നുള്ളതാണ്. അപ്പൊ അതിനുണ്ടാകുന്ന കാലതാമസം പോലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതിൽ ദുരൂഹത സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ അതിനെതിരായി ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ. വിദ്യാർത്ഥികൾ ഇന്ന് സമരരംഗത്താണ്. MSF ആയാലും അതുപോലെ തന്നെ KSU ആയാലും ഈവൻ SFI ആയാലും അവരെല്ലാം ഇന്ന് സമരത്തിലാണ്. അതുപോലെ തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ തെറ്റായിട്ടുള്ള പ്രവണത അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് പോകേണ്ടി വരും. അത്തരമൊരു ഘട്ടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത പോലീസ് ഉദ്യോഗസ്ഥന്മാരും കാണിക്കണം, മറ്റധികാരികൾ കാണിക്കണം എന്നാണ് ഈ സമയത്ത്